നമുക്ക് പെട്ടെന്നൊരു കേക്ക് കട്ടിങ്ങിന് പോയാലോ? ഇപ്പോൾ പ്ലാൻ ചെയ്ത് ഇപ്പോൾ തീരുമാനിച്ചാണ്. അപ്പം നമുക്കൊന്ന് പോയിട്ട് വരാം. സോ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ്. ആൾക്ക് യാതൊരുവിധ അറിവുമില്ല ഞങ്ങളിങ്ങനെ ഒരു പരിപാടി ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്. സോ രണ്ടുപേരും ഓൾറെഡി കേക്ക് മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ലുലുമാളിൽ നിന്നാണ്, കോട്ടയത്ത് കേട്ടോ. ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ലുലുമാളിൽ നിന്ന് ഞങ്ങൾ കേക്ക് മേടിച്ചു. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ തല ഒരു തൂക്കുമായിട്ട് നിൽക്കുന്നത്, പിന്നൊന്നും പറയണ്ടല്ലോ. അങ്ങനെ കേക്ക് മേടിച്ച് വീട്ടിൽ വന്ന് ഓൾറെഡി ഞങ്ങൾ കേക്കൊക്കെ പതുക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കേക്കൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് അങ്ങനെ കേക്ക് കട്ടിങ്ങിൻ്റെ ടൈമായി. നമ്മൾ ബർത്ത്ഡേ ബോയെ അകത്തോട്ട് കൊണ്ടുവന്നു. സോ ഇതാണ് കേക്ക് കണ്ടപ്പോൾ ഉള്ള അവൻ്റെ ആദ്യത്തെ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ആളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് കേട്ടോ. സോ കുറേ നേരം കേക്കൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ട് ഞങ്ങൾ പതുക്കെ കേക്ക് കട്ടിങ്ങിലേക്ക് കടന്ന് അങ്ങനെ ഞങ്ങളുടെ തീപ്പൊരി ചെറുക്കൻ്റെ ബർത്ത്ഡേ ഞങ്ങളങ്ങ് കേക്ക് കട്ട് ചെയ്ത് ആഘോഷിച്ച്. തലകുത്തി ചാടിയ വഴിക്ക് ആ ഭിത്തിയെ മൊത്തം ഇവൻ ചെളിയാക്കി കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ അവനായിട്ട് വാരുന്ന സീനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ദൈവളാണ്. ഇവക്കിനി ഒരു വർഷത്തേക്ക് ഇവനെ കുറ്റം പറയാനുള്ള സാധനമായിട്ടുണ്ട്. കേക്ക് കട്ടിങ്ങും ആഘോഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെറിയൊരു നൈറ്റ് ഡ്രൈവിനും പിന്നെ ഒരു ചെറുതായിട്ടൊരു കാപ്പി കുടിക്കാനും ഒക്കെ ആയിട്ടൊന്ന് വെളിയിലോട്ട് ഇറങ്ങി. നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ്. ഇത് മാംഗോ ആണ്, ഞങ്ങൾ അവിടെയാണ് പോയത്. ആക്ച്വലി ഇതല്ല ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ട്. ബൈറ്റ് ടു ബൈറ്റ് ആണ് ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ട്. പക്ഷേ അവിടെ തിരക്കായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കിനും എന്താണ്ട് ഈ ക്യൂട്ടായിട്ടുള്ളവനെ പരിചയപ്പെട്ട് ആൾ നല്ല ആക്റ്റീവാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് കമ്പനി ആവുകയും ചെയ്ത്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്ത സമയത്ത് അവന്മാർ ചെറിയ പഞ്ചുപിടുത്തമൊക്കെ ആയിട്ടങ്ങ് പോയി. അങ്ങനെ പഞ്ചുപിടുത്തമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങളുടെ ഡ്രിങ്ക്സ് എല്ലാം വന്ന് ചെറുതായിട്ടൊന്ന് കുടിച്ചതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറേ നേരം സംസാരിച്ചിരുന്ന് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ശരി, ടാറ്റ, ബൈ ബൈ.